Hello, everyone. Good morning, good afternoon, good evening from wherever you're watching us. So, we are live again. ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് ഒരു ടീം ലൈവിൽ വന്നേക്കണേണ്. ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻ എനി വൺ ബിൽഡ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ്. നിങ്ങൾക്ക് ഈ പേജിൽ നിന്ന് എന്താ പറയുക, ആരുടെ പേജിൽ നിന്നാണോ നിങ്ങൾ വാച്ച് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, വി ആർ ഓൾ ഓൺലൈൻ ഓൺട്രപ്രണേഴ്സ്. നമ്മളൊരു ജോലിയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഓൺലൈൻ ബിസിനസ്സും അതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഞങ്ങളോട് ഒത്തിരി ക്വസ്റ്റ്യൻസും എൻക്വയറീസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ലൈവ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്യാൻ എനി വൺ ബിൽഡ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ് ആൻഡ് ഹൗ കെൻ യു മേക്ക് ഇറ്റ് ഹാപ്പൻ. എങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഡിഫറെന്റ് എഡ്യൂക്കേഷനിൽ നിന്നാണ് ഞങ്ങൾ എല്ലാവരും വന്നേക്കുന്നത്, ഡിഫറെന്റ് കൺട്രീസിൽ നിന്നുമാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്തത്, ഹൗ ഡിഡ് വി മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വെൽക്കം എവറി വൺ. താങ്ക് യു ഫോർ വാച്ചിങ് അസ് ആൻഡ് എൻകറേജിങ് അസ് ആൻഡ് സപ്പോർട്ടിങ് അസ്. ആൻഡ് കാനഡയിലുള്ള എല്ലാവർക്കും ഇന്നൊരു ഹാപ്പി ഫാമിലി ഡേ. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റാറ്റ് ഹോളിഡേ ആണ്, നമ്മുടെ ഒരു ഫാമിലി ഡേയും കൂടിയാണ് ഇന്ന് ഇവിടെ. അപ്പൊ എല്ലാവർക്കും ഫാമിലി ഡേ വിഷസ് ആൻഡ് ലെറ്റ്സ് ബിഗിൻ. അപ്പൊ നമുക്ക് ആദ്യം കാനഡയിൽ നിന്നുള്ള റിയനോട് തന്നെ ചോദിക്കാം. റിയയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ക്യാൻ എനി വൺ ബിൽഡ് എ സക്സസ്ഫുൾ ഓൺലൈൻ ബിസിനസ്? ഓക്കെ, താങ്ക്സ് മെലീന. താങ്ക്സ് കോച്ച് മെലീന. അത് ബാക്കിയെല്ലാവരും അവരുടെ ഗ്രൂപ്പിന്റെ കോച്ചിനെ അങ്ങനെയാ വിളിക്കുന്നത്. നമ്മളങ്ങനെ വിളിക്കുന്നില്ലെങ്കിലും ആ റെസ്പെക്റ്റും സ്നേഹമെല്ലാം ഉണ്ട്. ഓക്കെ എന്നാലും നമ്മുടെ വാച്ച് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും, ഗോഡ് ബ്ലസ് യു ഓൾ. മെലീനയുടെ ചോദ്യം, എന്റെ അഭിപ്രായത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടുണ്ടോ, നമുക്കറിയുന്ന ആരെങ്കിലും ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ ഇതുവരെ കണ്ടതില് എല്ലാവരും, മലയാളീസ്, നോൺ മലയാളീസ്, നോൺ ഇന്ത്യൻസ്, എല്ലാവരും നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും ഇതൊരു 95% സക്സസ് ആവാനേ വഴിയുള്ളൂ. അങ്ങനെയാണ് ഇതിനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ട്. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട് എല്ലാവർക്കും. അപ്പം പിന്നെ ഞാൻ 99% സക്സസ്ഫുൾ ആവുമെന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള റീസൺസ് എനിക്ക് തോന്നിയത്, എൻ്റെ എക്സ്പീരിയൻസിൽ ഏജ് ഇതിനൊരു ബാരിയർ അല്ല. മറ്റേ റിയൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ തന്നെ ലേറ്റ് 40s ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ അടുത്ത് തന്നെയാണ്. ഇതുവരെ താങ്ക് ഗോഡ് നന്നായിട്ട് റൺ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനും കൂടുതൽ നന്നായിട്ട് റൺ ചെയ്തു പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പിന്നെ സിൽവിയ ആന്റി, റിട്ടയർ ആയ സിൽവിയ ആന്റിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, റൺ ചെയ്യുന്നത്. അപ്പോൾ ഏജ് ഒരു ബാരിയർ അല്ല. പിന്നെ ഉള്ളത് രണ്ടാമത്തെ റീസൺ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയ ആളായിരുന്നു ഞാൻ. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു യൂട്യൂബ് ചാനലില്ല, യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണാറുണ്ട്, പിന്നെ ഒരു വാട്സാപ്പും. അപ്പം അതും ഇതിനൊരു ബാരിയറേ അല്ല. അപ്പം നമ്മുടെ ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ത്രൂ ആണ് നമ്മുടെ ബിസിനസ് നടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ ഈ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതും ഇതും എല്ലാം തന്നെ നമുക്ക് അത് മതി, ബിസിനസ് പ്ലാറ്റ്ഫോം മതി. പിന്നെ യൂട്യൂബ് ആയാലും മതി, വാട്സാപ്പ് ത്രൂ നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഉള്ളത്, ഇതിനു മുമ്പ് ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണോ ഇതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്നുള്ളത്. അതും എൻ്റെ കാര്യം തന്നെ. ഇതുവരെ ഒരു എക്സ്പീരിയൻസും ഇല്ല, IT പ്രൊഫഷണൽ ആണ്, ഇങ്ങനത്തെ ബിസിനസ് ഒന്നും ചെയ്ത് തീരെ ഇതില്ല. പക്ഷെ ഇവിടുത്തെ ട്രെയിനിങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ, ബിസിനസ് സ്മോൾ 3-4 മിനിറ്റ്സ് ട്രെയിനിങ്സ്. പിന്നെ ഈ ട്രെയിനിങ്സ് ഒക്കെ എനിക്ക് തോന്നിയത് ഈ ബിസിനസ് റൺ ചെയ്യാൻ മാത്രമൊന്നുമല്ല, നമുക്ക് ഡെയിലി ലൈഫിൽ എത്രയോ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ട്രെയിനിങ്സും തന്നെയാണ്. ഈ സോഷ്യൽ മീഡിയ സെക്യൂരിറ്റി ടിപ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഈ കാലത്ത് ഈ ഡിജിറ്റൽ വേൾഡ് ഏറ്റവും റിയൽ ലൈഫിലും ഉപകാരപ്പെടുന്ന സാധനമാണ്. പിന്നെ ഈ ഫോട്ടോ വീഡിയോ എഡിറ്റിങ്ങും എനിക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഇപ്പൊ ഞാനത് എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സിന്റെ ആൽബംസ് ഒക്കെ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ വീക്ക്ലി മാസ്റ്റർ മൈൻഡ്സ്, അമേസിംഗ് ആണ്. അത് നമ്മുടെ ഫുൾ അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അതൊന്നും ഈ ബിസിനസ്സിന് മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിലും ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെയാണ്. പിന്നെ ഉള്ളത് സപ്പോർട്ട്, മീൻസ് 1-to-1 മെന്റർ, നിങ്ങളുടെ ഡയറക്റ്റ് മെന്റർ ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് കോച്ച് ഉണ്ട്.
ഇതൊക്കെ കൊണ്ട് ഒരാൾക്ക് സക്സസ്ഫുൾ ആവാതിരിക്കാൻ മാത്രമാണ് പ്രശ്നം. സക്സസ്ഫുൾ ആവാൻ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഒരു എനിക്ക് ഇപ്പൊ ഇതിന്റെ ടെക്നിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. IT-യിലായതുകൊണ്ട് കുറച്ച് ടെക്നിക്കൽ എക്സ്പീരിയൻസും കുറച്ച് സംഭവമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലെങ്കിലും ടെക്നിക്കൽ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടെടുത്തോളം ഇതിന് ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഈ ടെക്നിക്കൽ അല്ലാത്തവരും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും നോൺ ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാര് നമ്മുടെ അനുണ്ട്. പിന്നെ എത്രയോ സ്റ്റേ അറ്റ് ഹോം മോംസ് ഉണ്ട്. എത്ര സക്സസ്ഫുൾ ആയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയും സക്സസ്ഫുൾ ആവാതിരിക്കാനാണ് പ്രശ്നമുള്ളൂ. സക്സസ്ഫുൾ ആവാൻ ഈസിയാണ് ഇതിൽ. ഓക്കെ, താങ്ക് യു റിയ. താങ്ക് യു സോ മച്ച് റിയ. വളരെ ഒരു എന്താ പറയാ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തത്. റിയ പറഞ്ഞ പോലെ നമുക്ക് സക്സസ്ഫുൾ ആവുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നിട്ട് നിങ്ങളത് ചെയ്യുമെന്ന് മാത്രമേ ഇവര് പറയുന്നുള്ളൂ. കാരണം നമുക്ക് വേണ്ടി അവർക്ക് ആർക്കും ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾ സക്സസ്ഫുൾ ആവാനുള്ള ടൂൾസും റിസോഴ്സസും എല്ലാം കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നിട്ട് നമ്മളോട് അതൊന്നും യൂസ് ചെയ്യാൻ മാത്രമാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ഫൗണ്ടേഴ്സ്, ബിസിനസിന്റെ ബിൽഡ് ചെയ്ത ആ ഒരു ടീം. സോ നമുക്ക് അത്രയും സപ്പോർട്ട് സിസ്റ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആകാതിരിക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ. അതാണ് ഒരു മെയിൻ പോയിന്റ് റിയ പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ റിയ അത് പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച് റിയ. സോ റിയക്ക് അത്യാവശ്യം കുറച്ച് IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് കുറച്ച് ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ അറിയാം. പക്ഷെ ഇവിടെ നമുക്ക് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളുണ്ട്, അനു ഇസ് ഫ്രം എ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ അനുവിന് എന്താ തോന്നുന്നത്? ക്യാൻ എനിവൺ ബിൽഡ് എ സക്സസ്ഫുൾ ബിസിനസ്? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ? Thank you, Chechi. Thank you for having me here. Hi, my dear friends. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു RN ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാനും ഈ ബിസിനസിനെ കുറിച്ച് കയറിയപ്പോഴത്തേനും ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നോ ടെക്നിക്കൽ എക്സ്പീരിയൻസ് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് ഒരു കൺസേൺ ആയിരുന്നു. എങ്കിൽ കൂടെ പക്ഷെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വേൾഡ് ക്ലാസ് ലെവലിലുള്ള ഈ ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്നത് ആർക്കും നമുക്കത് സിമ്പിൾ ആയിട്ട് ഇത് ഫോളോ ചെയ്ത് സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്ത് നമുക്കത് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്കത് ഈ ബിസിനസ്സിലൂടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് മാത്രമല്ല, ആസ് എ പേഴ്സൺ നമ്മൾ അവരെ നമുക്ക് നല്ലൊരു മോൾഡായി നമുക്ക് നല്ലൊരു ഡിഫറെന്റ് ഒരു വേർഷനായിട്ട് ഈ ട്രെയിനിങ് സൈറ്റ് വഴി ഒരുപാട് മാറ്റങ്ങളാക്കാനായിട്ട് പറ്റും. അപ്പൊ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന് യാതൊരു പ്രശ്നമേ അല്ല. പിന്നെ രണ്ടാമത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു മം ഓഫ് 3 ആണ്. എനിക്ക് സ്മോൾ കിഡ്സ് ആണ്, ഫുൾ ടൈം മദർ ആണ്. അപ്പം എങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഈ ബിസിനസ്സിനെ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രോത്ത്, ഫിനാൻഷ്യലി ഒരുപാട് ഗ്രോത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മാത്രം നമ്മൾ കുറച്ച് സമയം നമ്മൾ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന സമയം നമ്മൾ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ട് നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ ബിസിനസ്സിൽ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് റിയലി മാറ്റേഴ്സ് ആണ്. നമ്മൾ അതിനെ തീർച്ചയായിട്ടും ടേക്ക് കെയർ ചെയ്യണം. നമ്മൾ പലരുടെയും സ്റ്റോറീസ് കാണും. അത് കാണുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസും ടെസ്റ്റിമോണിയൽസും എല്ലാം, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട്, മാസ്റ്റർ മൈൻഡ്സ് പ്രോഗ്രാംസ് ഉണ്ട്. ഓരോരുത്തരും ഇവർ നമ്മളെ മാക്സിമം എൻകറേജ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും താഴോട്ട് പോകത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റോടെ നോക്കി നമ്മൾ ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏറ്റവും സക്സസ്ഫുള്ളി ഇത് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആരും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓർത്തോ അല്ലെ കുട്ടികളുണ്ട് അത് ബേർഡൻ ആവുമെന്ന് ഓർത്തോ ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാവർക്കും നല്ല ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തീരുമെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അനു. താങ്ക് യു സോ മച്ച്. അനു പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ തന്നെ വരുന്നു. ഇപ്പൊ അനുവിന് 3 കുട്ടികളുണ്ട്, പക്ഷെ ഇപ്പൊ 4ാമത്തെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ബിസിനസ്. തിരിച്ചൊന്നും പറയാത്ത, വികൃതി ഒന്നും കാണിക്കാത്ത ഒരു കുട്ടിയായിട്ട് നമുക്ക് ഈ കുട്ടീനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താല് ആ കുട്ടി നന്നായിട്ട് വളർന്നു വരും. അതനുസരിച്ച് നമുക്ക് അത് വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് റിസൾട്ടും കാണാൻ പറ്റും അല്ലെ. ഒരു ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാലും നമ്മളത് വെള്ളമൊഴിച്ച് വളമിട്ട്
നല്ല രീതിയിൽ അതിനെ ടേക്ക് കെയർ ചെയ്താൽ അത് ഒരു 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 സ്റ്റേജ് എത്തുമ്പോഴേ നമുക്ക് അതിന്റെ ഫ്രൂട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് നട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും കായോ ഒന്നും കിട്ടില്ല. അത് വളർന്ന് ആ വളവും ആ വെള്ളവും ഒക്കെ സൺലൈറ്റും ഒക്കെ എടുത്ത് അത് അത് എന്താ പറയാ ഫ്രൂട്ടായിട്ട് വരണം. അതിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പം കുട്ടികളുള്ളൊരു വളരെ ബിസി ആയിട്ടുള്ള ഒരു മദറാണ് അനു. പക്ഷെ വളരെ ബിസി ആയിട്ട് ഓടി നടന്ന് ജോലി ചെയ്യുന്ന വേറൊരാളുണ്ട്, ഫ്രാൻസി. അപ്പൊ ഫ്രാൻസിനോട് നമുക്ക് ചോദിക്കാം, ഫ്രാൻസിക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയോ? ക്യാൻ എനിവൺ ബിൽഡ് ദിസ് ബിസിനസ്? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ? ഫ്രാൻസിയുടെ എക്സ്പീരിയൻസ് എന്താണ്? Hi everyone. Thank you, Melina. Thank you for this opportunity. ഞാൻ ഫ്രാൻസി ഫ്രം കാനഡ, ടൊറോണ്ടോ. ഞാനൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് കാനഡയിലേക്ക് ആദ്യമായിട്ട് വന്നത് ഒരു 9 years ബാക്ക്. എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഒരു ജോലി കിട്ടി. അപ്പോൾ ജോലിയിൽ തന്നെ പോകണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. പിന്നെ മൾട്ടിപ്പിൾ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല പാടായിരുന്നു നമ്മൾക്ക് ചെയ്യാനും ഇതൊക്കെ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മെലീനേനെ മീറ്റ് ചെയ്യണത്. ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വളരെയധികം സ്കെപ്റ്റിക്കലായിരുന്നു. മെലീന ഓർക്കുന്നുണ്ടോ? ഞാൻ മെലീനയുടെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നീടാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അട്രാക്ട് ആയതും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും എൻ്റെ ഫാമിലി ഫ്രീഡവും, പിന്നെ എന്താ ഈ ബിസിനസ് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ട് തന്നെയാണ്. സോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3 ജോലിക്കൊക്കെ ചെയ്യുമായിരുന്നു. സോ എല്ലാ ദിവസവും ബിസി ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളായിരുന്നു എൻ്റെ. ആ സമയത്തും എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ എൻ്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും കമ്പ്യൂട്ടർ കൊണ്ടു നടക്കണം, കുറേ സംഭവങ്ങൾ ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ ഫോണിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വൈഫൈ കണക്ഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സോ ഏതൊരു ബിസിനസ് ടൈമിലും ഞാൻ കുറച്ചൊക്കെ സമയം കണ്ടെത്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സബ്വേയിൽ പോണ സമയത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്ററുകളൊക്കെ ശരിയാക്കുമായിരുന്നു. പിന്നെ സബ്വേ ഇറങ്ങി കഴിഞ്ഞാൽ അത് ഓണായി കഴിയുമ്പോൾ എൻ്റെ പേജിലും ഇതിനകത്തൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. സോ അത്ര നേരം എനിക്ക് വെറുതെ ഇരിക്കേണ്ടതെന്നില്ല. ഐ ക്യാൻ യൂസ് ഇറ്റ് ഫോർ സം അതർ പർപ്പസ്, റൈറ്റ്? സോ സാധാരണ ഒരാൾക്ക് ഒരു ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസും പിന്നെ അതുപോലെ തന്നെ ഒരു നോർമൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഏതൊരു മനുഷ്യനും ഈ ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഇത്രയും നാളത്തെയുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴായാലും പിന്നെ ഇപ്പം ഏതൊരു ബിസിനസ് ചെയ്താലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. മൈൻഡ് സെറ്റ് പ്രോപ്പർ ആണെങ്കിൽ ഈ ബിസിനസ്സിൽ ഡെഫിനറ്റ്ലി സക്സസ് ആവാൻ സാധിക്കും. ഇതാണ് എൻ്റെ അഭിപ്രായം. മെലീന, താങ്ക് യു സോ മച്ച് ഫ്രാൻസി. താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഞാൻ ഫ്രാൻസി ഒത്തിരി ജോലി ചെയ്ത് മൾട്ടിപ്പിൾ ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടക്ക് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നൊക്കെ ഒത്തിരി നോളജ് ഗ്യാദർ ചെയ്ത ഒരാളാണ്. ഞാനത് കണ്ടിട്ടുമുണ്ട്. ഫ്രാൻസി ഒരു കമ്പ്യൂട്ടറിൽ വർക്കിന്റെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫ്രാൻസി ചിലപ്പോൾ മാസ്റ്റർ മൈൻഡ് കാണുന്നത്. കൂടാതെ ഫ്രാൻസി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഫ്രാൻസിക്ക് ഒത്തിരി എൻക്വയറീസും ഒക്കെ വരുമായിരുന്നു അല്ലേ? ഫ്രാൻസി നാട്ടിലൊക്കെ ട്രാവൽ ചെയ്ത സമയത്തൊക്കെ. അപ്പൊ നമുക്ക് എത്ര ട്രാവലിങ്ങിലാണെങ്കിലും എത്ര ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും അതിൻ്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു ടൈമിലിട്ട് നമുക്ക് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് IT ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ജിൻസിനോട് ചോദിക്കാം. ജിൻസിയുടെ എക്സ്പീരിയൻസ് എന്താണ്? സോ ജിൻസി, വെൽക്കം. സോ ക്യാൻ എനിവൺ ബിൽഡ് എ സക്സസ്ഫുൾ ബിസിനസ് ആൻഡ് ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ, ജിൻസി? ഹായ്, താങ്ക് യു മെലീന ചേച്ചി. ഹായ് എവ്രി വൺ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു എന്ത് കാര്യം എടുത്താലും നമുക്ക് കുറച്ച് സമയം കൊടുക്കണം. നമ്മൾ പിറ്റേ ദിവസം തന്നെ റിസൾട്ട് കിട്ടണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല. അപ്പം ഈ ബിസിനസ്സിലായാലും തന്നെ നമുക്കാണെങ്കിൽ പിറ്റേ ദിവസം റിസൾട്ട് കിട്ടണം പറ്റില്ല. നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്, ഇഷ്ടംപോലെ ട്രെയിനിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ട്രെയിനിങ്സ് നമ്മൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഇപ്പം ഫ്രാൻസി പറഞ്ഞ പോലെ തന്നെ ഇപ്പം ട്രാവൽ ചെയ്ത സമയത്താണെങ്കിൽ ട്രെയിനിങ് ഒക്കെ കേട്ടെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫ്രീ ടൈം എവിടെ കിട്ടണമെന്ന് വെച്ചാൽ ആ സമയത്ത് ട്രെയിനിങ് ഒക്കെ കേൾക്കുക.
വെച്ചാൽ ഒരു പെർഫെക്റ്റ് ടൈം നോക്കിക്കാതെ നമുക്ക് എപ്പോഴും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെയിനിങ് കേൾക്കാം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ട്രെയിനിങ് ഒക്കെ കേട്ട് അത് നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാൻ IT ബാക്ക്ഗ്രൗണ്ട് ആണ്, കുറച്ചൊരു ടെക്നിക്കൽ സ്കിൽസ് എനിക്കുണ്ട്, പക്ഷേ ബിസിനസ്സിനെ കുറിച്ച് ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം പക്ഷേ ഈ ട്രെയിനിങ്സ് ഒക്കെ എനിക്ക് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു. ബിസിനസ്സിലെ കാര്യങ്ങൾ അറിയാനും ഓരോ കാര്യങ്ങൾ എഫേർട്ട് എന്തൊക്കെ ഇടേണ്ടത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ജിൻസി, താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ബിസിനസ്സിൽ ഡെയിലി ബേസിസിൽ ഷോപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾക്ക് ഒരു ബിസിനസ് ഇട്ട് തന്ന് ഇപ്പൊ നമ്മളെല്ലാവരും സംസാരിച്ച പോലെ റിസോഴ്സസും തന്ന് എല്ലാം തന്നിട്ട് നമ്മൾ ഷോപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഈ സമയം വേറെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ഹോളിഡേ ആണ് അല്ലെ, നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ നമുക്ക് ഇൻവോൾവ് ആകുന്ന ഈ സമയത്താണ് നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. സോ സെയിം വേ നമ്മൾ ഷോപ്പ് ചെയ്യാതെ വേറെ പല തിരക്കുകളിലും പെട്ടിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ സമയം കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ഷോ അപ്പ് അല്ലെ. നമ്മൊരു കട തുറന്നാല് അതിൽ നമ്മൾ തുറന്ന് അതിൻ്റെ അകത്ത് പോയി വേണ്ട കാര്യങ്ങൾ ചെയ്താലും മാത്രമേ നമുക്ക് ആ ബിസിനസ്സിൽ സക്സസ്ഫുൾ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മടി പിടിച്ചിരുന്ന് കട പൂട്ടിയിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞ് പിന്നെ ഒന്ന് തുറന്നു നോക്കി എന്നിട്ട് കാര്യമില്ല. വി ഹാവ് ടു ഷോ അപ്പ് എവറി സിംഗിൾ ഡേ. അപ്പൊ നമുക്ക് ഇനി ഷിനോ ചേട്ടനോട് ചോദിക്കാം. ഷിനോ ചേട്ടൻ ഈ ബിസിനസ് വളരെ തുടക്കത്തിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഗ്രോ ചെയ്ത ആളാണ്. അപ്പൊ ഷിനോ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ഹൗ ഡിഡ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ ഷിനോ ചേട്ടാ? താങ്ക് യു മെലീന, താങ്ക് യു ഓൾ. ഇന്ന് ഞങ്ങളുടെ ഈ വീക്കിലെ രണ്ടാമത്തെ ലൈവ് സെക്ഷൻ ആണ്. ഞങ്ങൾ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ടീമിൽ നമ്മൾ ലൈവ് പോകുന്നു. താങ്ക് യു സോ മച്ച് മെലീന. അപ്പം ഡെഫിനറ്റ്ലി ഇന്നത്തെ ക്വസ്റ്റിന് ക്യാൻ എവരി വൺ ബിക്കം സക്സസ്ഫുൾ ഇൻ ദിസ് ബിസിനസ്? അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഞാൻ പറയണ യെസ്. കാരണം സക്സസ് പ്യൂർലി ഡിപ്പെൻഡ്സ് ഓൺ us, ഈച്ച് പേഴ്സൺ. അത് നമ്മളെ എത്രമാത്രം ടേക്ക് കെയർ ചെയ്യുന്നതനുസരിച്ചാണ് ഈ ബിസിനസ് സക്സസ്. പ്രത്യേകിച്ച് നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്നും ജോലിക്ക് പോകും. കാരണം നമുക്ക് ജോലിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം സാലറി കിട്ടണം, അല്ലെങ്കിൽ മാനേജറുണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്, അവർ അറ്റൻഡൻസ് നോക്കും, എല്ലാ കാര്യങ്ങളും. ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ എല്ലാ ദിവസവും നമ്മൾ ഷോ അപ്പ് ചെയ്യണം. അതിന് പ്രത്യേകിച്ച് ഒരു ടൈം ഒന്നുമില്ല. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച്, നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് ഏതെങ്കിലും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിരിക്കും, ഒരു സംശയമില്ല. പിന്നെ നമ്മുടെ ടൈമാ. ഇപ്പം ചിലരുടെ സമയമൊക്കെ കൂടുതലെടുക്കും. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് 1 hour 2 hours വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നമ്മൾ എത്രമാത്രം അഗ്രസീവ് ആവുന്നോ ഈ ബിസിനസ്സിൽ അത്രമാത്രം സക്സസ് റേറ്റ് നമുക്ക് തിരിച്ചു കിട്ടും, ഒരു സംശയമില്ല. പിന്നെ രണ്ടാമത്തെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സക്സസ് റേറ്റിന്റെ പറയുകയാണെങ്കിൽ നമ്മൾ ചെടിയൊക്കെ നമ്മൾ നനച്ചു. കഴിഞ്ഞ വർഷം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം ഒരു ഗ്രേപ്സ് നട്ടു. ഗ്രേപ്സ് ഞാൻ വിചാരിച്ചത് ഉണങ്ങിപ്പോന്ന് വിചാരിച്ച്. അപ്പം ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഇല്ല, ഞങ്ങൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ടേക്ക് കെയർ. ഈ വർഷം നല്ല നല്ല ഗ്രേപ്സ് ഫ്രൂട്ട് വന്നിരിക്കുക. അപ്പൊ അതൊരു നമുക്ക് നല്ലൊരു ഒരു മെസ്സേജ് ആണ് കിട്ടിയത്. കാരണം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ GOPL നമ്മളത് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സക്സസ് കിട്ടുള്ളൂ. രണ്ടാമത്തെ എനിക്ക് കാര്യം പറയാനുള്ളത് മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ബിസിനസ്സിലും അതുപോലെ പേഴ്സണൽ ലൈഫിലും. നമ്മൾ മൈൻഡ് സെറ്റ് കീപ്പപ്പ് ചെയ്യണം. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ ബിസിനസ്സിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഗിവ് ചെയ്യാതെ നമ്മൾ ഇതിനെ സക്സസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് പോവുക, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ എത്രമാത്രം ഈ കമ്മ്യൂണിറ്റിയിൽ കണക്റ്റീവിറ്റി ആണ്. അതായത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കോച്ചസ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവരുമായിട്ട് എപ്പോഴും കണക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ പല പല സ്ട്രാറ്റജീസ് നമ്മൾ ഫോം ചെയ്യുന്നു. കാരണം ബിസിനസ് ആണല്ലോ. അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യാണ്. ഇത് നമ്മുടെ ബിസിനസ് ആണ്, നമ്മളാണ് ഈ ബിസിനസിന് CEO. അപ്പൊ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ആരും നമ്മളോട് ചോദിക്കത്തില്ല നീ എന്ത് സ്ട്രാറ്റജിയാന്ന്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റീന് സപ്പോർട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ 100% ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിരിക്കും, ഒരു സംശയവുമില്ല. അത് ഞാൻ തന്നെ പ്രൂവ് ആണ്. താങ്ക് യു.
താങ്ക് യു ഷിനു ചേട്ടാ. ഷിനു ചേട്ടൻ പറഞ്ഞൊരു കാര്യം വളരെ ഇതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അഗ്രസീവ് ആയിട്ട് ഇരിക്കണം. നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ പിന്നെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു കണക്ഷൻ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്നും ചെയ്യാണ്ട് പാസീവ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒത്തിരി ആളുകള് ഈ ബിസിനസിനെ കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അവർ വിചാരിക്കുന്നത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞ് ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും മാറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ കാശ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ അവർ മൈൻഡ് സെറ്റ്, സ്കിൽ സെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. അത് ഡെയിലി ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ മണിക്കൂറോളം ഒന്നും ഇരിക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമില്, പാത്രം കഴുകുന്ന ടൈമില്, ലോണ്ടറി ഫോൾഡ് ചെയ്യുന്ന ടൈം, അങ്ങനെ നമുക്ക് കിട്ടുന്ന എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് കേട്ട് നമ്മളെ തന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം മാത്രമേ ബിസിനസ്സിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് ചെയ്യുന്നതും ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം നമ്മുടെ ലൈഫിൽ ഓരോ ആക്ടിവിറ്റീസിൽ നമ്മൾ ചേർത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ കമ്മ്യൂണിറ്റി. യു ഹാവ് ടു ബി കണക്റ്റഡ് ടു your mentor, you have to be connected to your coach, you have to be connected with your community, because അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ വെർച്വലി ചെയ്യുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സ്റ്റേ പ്ലഗ്ഡ് ഇൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യു ഹാവ് ടു ബി പ്ലഗ്ഡ് ഇൻ ടു യുവർ കമ്മ്യൂണിറ്റി സോ ദാറ്റ് യു ആർ നോട്ട് ലെഫ്റ്റ് അലോൺ ഓർ യു ഡോണ്ട് ഫീൽ ലോൺലി. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. നമ്മുടെ ടീം നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് വന്ന് ഈ ലൈവ് സെഷൻസിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പുതിയൊരാള് നമുക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. കാർത്തിക ബിസിയാണ്. ആ ബിസിനസിന്റെ ഇടയിൽ കാർത്തിക ഒരു ഇച്ചിരി സമയത്തേക്ക് വന്നേക്കുന്നതാണ്. വെൽക്കം കാർത്തിക. Thank you. Can anyone build their online business and how did you make it happen? ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ആക്ച്വലി വർക്കിന്റെ ഇടയിൽ നിന്നാണ് വേഗം വന്നത്. ആക്ച്വലി ഞാൻ ബ്രേക്ക് ഇട്ട്. സോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ആക്ച്വലി നമുക്ക് കമ്മിറ്റ്മെന്റ് ശരിക്കും വേണം. നമുക്ക് സക്സസ് ആവണമെങ്കിൽ അത് ഇത് ബിസിനസ്സിൽ നിന്നല്ല, ഏതൊരു ഫീൽഡായാലും, നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും അല്ലാത്തതിലായാലും എവിടെയായാലും വർക്ക് ലൈഫിലായാലും. ഇപ്പം എനിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ ജോലിയുടെ ഇടയിലാണ് ഞാൻ ആക്ച്വലി വന്നത്. കുറച്ച് സമയം എനിക്ക് ബ്രേക്ക് കിട്ടിയതിൻ്റെ ഇടയിൽ ഞാൻ വേഗം വന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ചെയ്താൽ കുറച്ച് ഒരു ബുദ്ധിമുട്ടൊക്കെ തുടക്കത്തിൽ നമുക്ക് കാണുമായിരിക്കാം. പക്ഷേ നമ്മൾ ആ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമുക്ക് സക്സസ് ആക്കാൻ പറ്റും. ബിസിനസ്സും അതുപോലെ തന്നെയാണ്. സംടൈംസ് വി വിൽ ഫീൽ ലൈക്ക് വി ആർ സോ ലോ. നമുക്ക് മൈൻഡ് സെറ്റ് താഴെ പോവാം. എല്ലാവരും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആദ്യം ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടണം എന്നില്ല, നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആവണം എന്നില്ല. പക്ഷേ അതൊക്കെ ഓക്കെ. ഇതൊക്കെ നമ്മുടെ ലൈഫിലും സംഭവിക്കാം, നമ്മുടെ ബിസിനസ്സിലായാലും ചിലപ്പോൾ ഇത് സംഭവിക്കാം. ഓൺലൈൻ ബിസിനസ് സാധാ ബിസിനസ് പോലെ തന്നെയാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ബട്ട് വി ഷുഡ് നെവർ ഗിവ് അപ്പ്. എന്ത് വന്നാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ കീപ് മൂവിങ് ഫോർവേഡ് ഓൾവേസ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി. കൂടുതലൊന്നും നമ്മൾ ആലോചിച്ച് തല പുകയേണ്ട. ജസ്റ്റ് കീപ് മൂവിങ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു കാർത്തിക. ഇപ്പൊ കാർത്തിക പറഞ്ഞ പോലെ ആ വർക്കിന്റെ ചെറിയൊരു ബ്രേക്കിന്റെ ഇടയിലാണ് കാർത്തിക ഓടി വന്നത് ചെയ്തത്. ഇറ്റ് ഡസൻ ടേക്ക് ഹർ മച്ച്. ആ കാർത്തിക ചിലപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് ഇതിലേക്ക് വന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെയാണ് ഈ ബിസിനസ്. അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ റിയ പറഞ്ഞ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ ലൈഫിലേക്കുള്ള സ്കിൽസും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ നിന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും ബിസിനസ് മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഫാമിലിക്കും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും കൂടി ഇൻക്ലൂഡ് ആവുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിനിങ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതൊരു ബിഗ് ചേഞ്ച് ആണ്. ഇപ്പൊ ഞാൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളെ അല്ലായിരുന്നു. ഞാൻ പോലും എൻ്റെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തത് ഈ ബിസിനസ്സിൽ വന്ന് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസും ഇത്രയും പേരെ ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവും ഒക്കെ നമുക്ക് വന്നത്. വളരെ സ്ലോ ആയി ആ ഗ്രോ ചെയ്ത് വന്നിട്ട് ഈ ബിസിനസ്സിലൂടെ വന്ന് കിട്ടിയ ഒരു കഴിവാണത്. അപ്പൊ അതിലും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആരെങ്കിലും നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും പോയിന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിന്റെ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഗുഡ്. ഓൾ ഗുഡ്. ഓക്കെ. സോ ഇന്നത്തെ സെഷൻ ഞാൻ പറയും.
ഞാൻ പറയും ഇതിൽ ആരെങ്കിലും അൺസക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം അവര് ട്രെയിനിങ്ങിൽ തീരെ സമയം കൊടുക്കുന്നുണ്ടാവത്തില്ല, പിന്നെ ബിസിനസ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല, കണക്റ്റഡ് ആവുന്നുണ്ടാവില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരെയും. ഇല്ല, നമുക്ക് സക്സസ് റേറ്റ് വളരെ ഹൈ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. ഒത്തിരി ഓൺലൈൻ ബിസിനസ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസിന്റെ സക്സസ് റേറ്റ് ഇത്ര ഹൈന്റെ ഒരു റീസൺ നമ്മളുടെ ട്രെയിനിങ്സും മെന്ററിങ്ങും ആണ്. വേറെ ഏത് ബിസിനസ്സിൽ നമ്മൾ ഇപ്പൊ ഷോപ്പിഫൈ, ആമസോൺ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അവരെല്ലാരും ബിഗ് ഹ്യൂജ് കമ്പനീസ് ആണ്, കോർപ്പറേറ്റ്സ് ആണ്. പക്ഷെ അവിടെ ഓരോ ട്രെയിനിങ്സിനും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. മെന്ററിംഗിന് ഹ്യൂജ് എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത്. ടു മെന്റർ യു ഇൻ ദാറ്റ് ബിസിനസ് ദേ വിൽ ആസ്ക് യു ലൈക്ക് 5 figure എമൗണ്ട് ആണ് അവർ ചോദിക്കുന്നത്. ഇത് എന്നോട് ഒരു കസ്റ്റമർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഐ കാൻ ബിലീവ് ദറ്റ് യു ആർ ഗിവിംഗ് മെന്റർഷിപ്പ് വിത്ത് ദിസ് ബിസിനസ് എന്ന് പറഞ്ഞതാണ്. കാരണം അവര് അന്വേഷിച്ച ഒരു ബിസിനസ് മോഡല് $20,000 ആണ് അവർ ചോദിക്കുന്നത് ജസ്റ്റ് ഫോർ ദ മെന്ററിംഗ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇതെല്ലാം ഒരൊറ്റ പാക്കേജ് ആയിട്ടാണ് കിട്ടുന്നത്. മെന്റർഷിപ്പ് ആൻഡ് ദ ട്രെയിനിങ്സ് ഫോർ ലൈഫ് ലോങ്. ആൻഡ് ട്രെയിനിങ്സ് എന്ന് പറയുമ്പോൾ ഒരു 6 മാസം പഴകിയ ട്രെയിനിങ്സോ അല്ലെങ്കിൽ ഒരു 5 വർഷം പഴയ ട്രെയിനിങ്സോ അല്ല, ഇത് ലേറ്റസ്റ്റ് ട്രെയിനിങ്സ് ആണ്. കൂടാതെ ഓൺലൈൻ സ്പേസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ട് നമുക്ക്. അവിടെ ഏറ്റവും പുതിയ സ്ട്രാറ്റജീസ് എന്താണ്, ഓൺലൈനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത്, അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ബിഹൈൻഡ് ആവുന്നില്ല. എത്ര സ്പീഡിലാണോ ഓൺലൈൻ ഗ്ലോബൽ അതായത് ഓൺലൈൻ വേൾഡ് പോകുന്നത്, അതേ സ്പീഡിൽ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ട്രെയിനിങ്സും പോയിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്സും പ്ലാറ്റ്ഫോമും മെന്ററിങ്ങും കൂടി ചേർന്നിട്ടുള്ള ഒരു ഹോൾ പാക്കേജ് ആണ്. സോ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബിസിനസ്, just reach out to any one of us. എവിടെ നിങ്ങൾ ആരുടെ പേജിൽ നിന്നാണ് വാച്ച് ചെയ്യുന്നത്, reach out to that person and we will be happy to help you. So once more, happy Family Day to each and everyone, and have a blessed week. We'll see you again after a few days. So thank you everyone, and have a good night. Bye bye. Thank you all. Thank you. Bye-bye. Thank you everyone. Thank you very much.